പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന വചനഭാഗം ഹെബ്രായർക്ക് ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വചനഭാഗങ്ങളിലൂടെയാണ്. അവിടെ നാം ഇങ്ങനെ വായിച്ചു കേൾക്കുകയാണ്: എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായൊരു പാത തുറന്നു തന്നിരിക്കുന്നു. യേശു കർത്താവ് തൻ്റെ ക്രൂശിലെ മരണം വഴിയായി, തൻ്റെ ശരീരം ബലിയർപ്പിച്ചത് വഴിയായി, ആ ബലിയർപ്പണത്തിലൂടെ, തൻ്റെ ശരീരത്തിലൂടെ സജീവവും നവീനവുമായ, ഏറ്റവും പുതുക്കമുള്ള, എന്നും നിലനിൽക്കുന്നതായ ഒരു പാത നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഭവനത്തിന് മേൽനോട്ടക്കാരനായി നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അവൻ്റെ ശരീരമാകുന്ന തിരുശീലയിലൂടെ, അവൻ്റെ വിശുദ്ധ കുർബാന വഴിയായി, കുർബാന അനുഭവം വഴിയായി, അവൻ്റെ ശരീരമാകുന്ന തിരുശീലയിലൂടെ നമുക്ക് പിതാവാം ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ മനോധൈര്യമുണ്ട്. അതിനായി അവൻ നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി, സജീവമായൊരു വഴി തുറന്നു തന്നിരിക്കുന്നു. ആയതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടും, ഈ വിശ്വാസത്തിൽ ഉറച്ച സത്യഹൃദയത്തോട്, ശുദ്ധമുള്ള ഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് യേശു ക്രിസ്തു വഴിയായി പ്രവേശനമുണ്ട്. അതിനുവേണ്ടി നാം ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടുപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. അതിനുവേണ്ടി നാം നമ്മുടെ ഹൃദയത്തിലെ സകല മാലിന്യങ്ങളെയും തുടച്ചു മാറ്റണം. നമ്മുടെ ഹൃദയത്തെ നാം വെടുപ്പാക്കണം. നമ്മുടെ ശരീരത്തെ ശുദ്ധജലത്താൽ കഴുകണം. കർത്താവിൻ്റെ തിരുരക്തത്താൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും നാം ശുദ്ധീകരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സാക്ഷിയെയും നമ്മുടെ ശരീരത്തെയും നാം ശുദ്ധീകരിച്ച് നവീകരിക്കണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരുമായിരിക്കണം. നമ്മുടെ പ്രത്യാശ, യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ, അത് സ്ഥിരതയോടെ ഏറ്റുപറയുവാൻ തക്കവണ്ണം നാം സ്ഥിരോത്സാഹമുള്ളവരായിരിക്കണം. കാരണം നമ്മോട് വാഗ്ദാനം പറഞ്ഞവൻ, നമുക്ക് വാഗ്ദാനം തന്നവൻ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, മഹാപൗരോഹിത്യം ഒരിക്കലും കൈമാറ്റപ്പെടുന്നതല്ല, നശിച്ചു പോകുന്നതല്ല, അതെന്നേക്കും നിലനിൽക്കുന്നതാണ്. യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. എന്നേക്കും ജീവിക്കുന്നവനായ കർത്താവായ യേശു നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലെ അതിവിശുദ്ധ സ്ഥലത്ത് ഇന്നും സജീവമായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആ കർത്താവിലാണ് നമ്മുടെ പ്രത്യാശ. അവൻ്റെ വാഗ്ദാനത്തിലാണ് നമ്മുടെ പ്രത്യാശ.
അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളോട് കരുണ കാണിക്കുവാൻ, ഈ ലോകത്തോട് കരുണ കാണിക്കുവാൻ, യുദ്ധങ്ങളും കലഹങ്ങളും ഭിന്നതകളും തർക്കങ്ങളും ഒക്കെയും ഈ ലോകത്തു നിന്ന് മാറിപ്പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുവാനായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സകലരെയും അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, മഴക്കെടുതികളിൽ നിന്ന്, അതുമൂലം കഷ്ടതയും ദുഃഖവും അനുഭവിക്കുന്ന, കിടപ്പാടവും വസ്തുവകകളും വെള്ളത്താൽ മുങ്ങിപ്പോയി സകലതും നഷ്ടപ്പെട്ട് കിടക്കുവാൻ കിടപ്പാടമില്ലാതെ, ഉടുക്കുവാൻ വസ്ത്രമില്ലാതെ, ഭക്ഷിപ്പാൻ ആഹാരമില്ലാതെയൊക്കെയും പ്രയാസപ്പെടുന്ന നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവരെ മനസ്സു നിറഞ്ഞ് സഹായിക്കാം. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ അവർക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങളൊക്കെയും ചെയ്തു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.